ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ മഹത്വമെടുക്കുമാറാകട്ടെ. പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് ഒരുമിച്ച് ദൈവസനയിൽ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിധിയുള്ളത് കൊണ്ട് ആമുഖമായി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ തന്നെ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാഹചര്യവും കണക്ഷനും നല്ലതാണെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്യുന്നതും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കുവാൻ, അല്ലെ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ പിന്നെ ഒരു പർപ്പസ് ഉണ്ട്. നമുക്കൊരു മാറ്റം വേണം, നമുക്കൊരു വളർച്ച വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ കരം വെളിപ്പെടണം. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ. 100 പേര് കർത്താവിനെ അറിഞ്ഞാൽ 95 പേരും ക്രിസ്ത്യൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്ത്. അത് എത്ര പഴകിയ വിശ്വാസിയാണെങ്കിലും പുതിയ വിശ്വാസിയാണെങ്കിലും. എന്തുകൊണ്ട്? ഇതിനെപ്പറ്റിയൊന്നും ദൈവവചനത്തിൽ നിന്ന് ദൈവജനത്തോട് അധികം പ്രസംഗിക്കുവാൻ ആൾക്കാരില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൃപയുള്ള ഒരു ദൈവദാസൻ വന്നാൽ പോലും അദ്ദേഹം ഒരു ദൂത് പറയുന്നു, പക്ഷെ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത് ചെയ്താൽ വിടുവിക്കുമെന്ന് പറയുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല, അല്ലെ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പോകുന്നില്ല. 2 സൺഡേയിലെ ദൈവവചന ശുശ്രൂഷ, ഒരു ആരാധനയ്ക്ക് നമ്മൾ കടന്നു പോകുന്നു. അതിന്റെ ഒരു ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് അരമണിക്കൂറേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും സ്ട്രഗിളിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണോ റിയലി കർത്താവ് ആഗ്രഹിച്ച സുവിശേഷവും ദൈവരാജ്യവും? ഞാൻ വിശ്വസിക്കുന്നത് ഇതല്ല. പക്ഷെ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, ജനത്തെ ഒന്ന് വിടുവിക്കുവാൻ ഇന്നത്തെ കാലത്ത് ആള് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തിന്റെ അടുത്ത് പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ പത്രത്തിൽ കേട്ട് കാണും. കർത്താവിനെ ആരാധിക്കുന്ന വേർപെട്ട കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട MBBS പഠിച്ച് അത് പൂർത്തീകരിച്ചില്ലെന്ന് തോന്നുന്നു. ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രഷറുകൾ കൊണ്ട് ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം തന്റെ അപ്പനെ സ്തോത്രം കൊന്നുകളഞ്ഞ വാർത്തയാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത്. അപ്പൊ ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു വീട്ടിലാണ് അത് സംഭവിച്ചത്. എന്തുകൊണ്ട്? അപ്പം സഭയ്ക്ക് ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും ഒരു റോളില്ല, അല്ലെ ആ റോള് ചെയ്യാൻ സഭയിലെ ദേവദാസന്മാര് പ്രാപ്തരാകുന്നില്ല എന്നുള്ള ഒരു ആമുഖം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് ആയിരിക്കുന്ന നമുക്ക് എങ്ങനെ വളരാൻ പറ്റും, എങ്ങനെ സാക്ഷിയാകാൻ പറ്റും, എങ്ങനെ ജയിക്കാൻ പറ്റും, അതിനെപ്പറ്റി ഒരു ചിന്ത. ചെറിയ സമയമുള്ളല്ലോ, വളരെ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. അതിന് ഞാൻ ആധാരമായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചത് 1 പത്രോസ് 1:23. അവിടെ പത്രോസ് അപ്പോസ്തലൻ ഇപ്പോൾ വൃദ്ധനാണ്, സഭ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു. ആ സഭയോട് പറയുന്ന ദൂതാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം ഞാനതിനെ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം. ഒരു ദൈവ പൈതലിന്റെ വീണ്ടും ജനനത്തിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു വിത്തുണ്ട്. ആ വിത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് പറഞ്ഞ വാക്ക് കണ്ടോ, കെടുന്ന ബീജം. അപ്പൊ ഒരു മനുഷ്യന് 2 ജനനമുണ്ട്. ഒന്നാമത്തെ ജനനത്തിന് ദൈവം ഉപയോഗിക്കുന്നത് കെട്ടുപോകുന്ന ഒരു ബീജം. ആ കെട്ടുപോകുന്ന ബീജത്തിൽ നിന്ന് ഒരുവനെ ദൈവം രക്ഷിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന 2ാമത്തെ ബീജം, അതിൻ്റെ പേരാണ് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന ബീജം. എന്നിട്ട് ആ അവസാനത്തെ ആ വാക്ക് കണ്ടോ, ഈ ബീജത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ വീണ്ടും ജനനത്തിന് ദൈവം ഉപയോഗിക്കുന്ന കെട്ടുപോകാത്ത ബീജത്തിന്റെ പേരാണ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സമയം 7 മണിയാണല്ലോ നമ്മുടെ ലിമിറ്റ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ ഓടുകയാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ബീജം, ഇതിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് അറിയണം. അപ്പൊ ഒന്നാമത്തെ ബീജത്തിന്റെ പേരെന്താ? കെട്ടുപോകുന്ന ബീജം. അപ്പൊ ഈ കെട്ടുപോകുന്ന ബീജത്തെ പറ്റി അല്പം ഒന്ന് ശ്രദ്ധിക്കാം.
ഒരു സീഡാണ്. ഒരപ്പനെയും അമ്മയും ദൈവം ഉപയോഗിക്കുന്നു. അവരുടെ രക്തത്തിൽ നിന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സീഡ്. ആ വിത്തിനെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയായിട്ടോ ദൈവം ജനിപ്പിക്കുന്നു. പക്ഷെ ഈ സീഡിനെ പറ്റി പത്രോസ് അപ്പോസ്തലനും പറഞ്ഞു, ഇത് കെട്ടുപോകും, നശിച്ചു പോകും, നിലനിൽക്കത്തില്ല, ഒരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്, ഇപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെയും ദൈവം ജനിപ്പിക്കാൻ ഉപയോഗിച്ചത് കെട്ടുപോകുന്ന ഒരു സീഡാണ് ഒന്നാമത്തെ. അതിന് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ഉപയോഗിച്ചു. ആ സീഡ് വരുന്നത് എവിടുന്നാ? അവരുടെ രക്തത്തിൽ നിന്നാണ്. അപ്പം എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ട് ഈ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒന്നാമത്തെ ജന്മത്തിന് ഉപയോഗിച്ച ബ്ലഡിനകത്തിലെ ഈ സീഡിന് ഒത്തിരി പരിധിയുണ്ട്. അതിന്റെ മേൽ പിശാചിന് ബ്ലഡ് ലൈൻ വഴി അവകാശങ്ങളുണ്ട്. ഈ സീഡ് വെച്ച് ഉപയോഗിച്ചിട്ട് ജനിച്ചു വളർത്തപ്പെടുന്ന വീടിന്റെ സാഹചര്യം, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർത്തപ്പെടാൻ ഉപയോഗിച്ച ഒരു വീട് എന്ന് പറയുന്നത് മദ്യപാനിയായ ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. ആ മദ്യപിക്കുന്ന പിതാവിൽ നിന്ന് ഒത്തിരി ഉപദ്രവം ഏൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ മകനായി 22 കെട്ടോല മേഞ്ഞ ഒരു വീട്ടിനകത്ത് ഒത്തിരി പരിധികൾ, ശാപങ്ങൾ ഉള്ള ഒരനുഭവത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടാൻ ദൈവം എന്നെ ഉപയോഗിച്ചത്. അപ്പം എൻ്റെ ഒന്നാമത്തെ സീഡിന്റെ പരിധി കണ്ടോ? മദ്യപിക്കുന്ന പിതാവിന്റെ ഒരു സീഡ്, വഴക്കുണ്ടാക്കുന്ന ഒരു സീഡ്, ആ വീടിന്റെ സാഹചര്യം കൊണ്ട് പിന്നീട് വലിയ കടഭാരത്തിലേക്ക് വീഴേണ്ടി വന്നു ഈ സീഡ്. അപ്പൊ ഇതിന്റെ മേൽ ആർക്ക് അക്സസ് ഉണ്ട്? ഇത് മറക്കരുത്. സാത്താന് ഈ വഴികളിൽ കൂടെ എൻ്റെ ആ ഒന്നാമത്തെ സീഡിന്റെ വളർച്ച, വ്യക്തിത്വം, ഞാനാകുന്ന പൈതൽ, യുവാവ്, പിന്നീട് ഭർത്താവ്, പിന്നീട് പിതാവാകുന്ന എൻ്റെ ഈ സൈക്കിളിന്റെ മേൽ അപ്പൊ ആർക്ക് അക്സസ് ഉണ്ട്? സാത്താൻ അക്സസ് ഉണ്ട്. ക്രമേണ ഞാൻ ചില ശാപങ്ങളിലേക്ക്, ക്രമേണ ചില തകർച്ചകളിലേക്ക്, ക്രമേണ ചില പരിധിയിലേക്ക്, ക്രമേണ തെറ്റായ വികാരങ്ങളിലേക്ക് ഇങ്ങനെ ഞാൻ പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഫൈനലി ഞാൻ എന്തു പോകും? ഒരു കെട്ടുപോകുന്ന, ഈ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയാതെ കെട്ടുപോകുന്ന പിശാചിനും അവന്റെ ദൂതന്മാർക്കും അവകാശമുള്ളവനായി ഒന്നാമത്തെ എൻ്റെ ജനനം. അങ്ങനെ 24 വയസ്സ് വരെ ജീവിച്ചവനാണ് ഞാൻ. ഇനി രണ്ടാമത്തെ ബീജത്തെ പറ്റി പറയുന്നതിന് മുൻപ് ഒന്നാമത്തെ ബീജത്തിൽ നിന്ന് 2 വാക്കുകൾ ഞാനൊന്ന് വായിച്ചുകൂടാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ, ലോകരക്ഷിതാവായി യേശുക്രിസ്തു വന്ന സമയത്ത് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ തച്ചന്റെ മകനല്ലയോ? കെട്ടുപോകുന്ന ബീജം കണ്ടോ? അപ്പം ലോകത്തിന്റെ മുമ്പിൽ യേശുവിന്റെ അപ്പനായ ജോസഫ് ആരാണ്? ഒരു തച്ചനാണ്, കാർപ്പൻ്ററാണ്. അപ്പൊ നോക്കിയ ലോകം ഇത് വെച്ചോണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, പരീശന്മാരും ശാസ്ത്രന്മാരും, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവൾ അല്ലയോ? അപ്പൊ ഒരിക്കൽ പോലും വന്ന മശിഹ എന്ന് അംഗീകരിക്കുവാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും കെട്ടുപോകുന്ന ബീജത്തിൽ നിൽക്കുന്ന പിതാക്കന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവൻ ഇതല്ലയോ? സ്തോത്രം. ഇനി രണ്ടാമതൊരു വ്യക്തിയെ കൂടെ ഞാനൊന്ന് തൊടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. ഇത് പത്രോസിനോട്, ഈ വചനം നമ്മൾ കേട്ട കുറിവാക്യം കേട്ട പത്രോസിനോട് യേശു ചോദിക്കുന്ന ഒരു വചനമാണ്. ഒന്ന് നോക്കിയേ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇനി ഒരു നിമിഷം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ പത്രോസിനെ യേശു വിളിക്കുന്ന പേരെന്താ? തൻ്റെ അപ്പന്റെ പേര് കൂട്ടി വിളിക്കുക. യോഹന്നാന്റെ മകനായ ശീമോനെ എന്നാണ് വിളിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് നോക്കാം. പത്രോസ് രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാണ്. പത്രോസ് യേശുവിന്റെ കൂടെ നടക്കുന്നതാണോ? നടക്കുന്നതാണ്. ഇപ്പോൾ പത്രോസിന്റെ, ശീമോന്റെ പേരെന്താ? പത്രോസ് എന്നാണ്. എന്നെ ഒരു നിമിഷം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ലോകം എന്നെ പലതും പറയുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അപ്പൊ പത്രോസ് അല്പനേരം, എല്ലാവരുടെയും തല കുനിഞ്ഞു നിൽക്കുമ്പോൾ പത്രോസ് അല്പനേരം ഇങ്ങനെ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന ആ വെളിപ്പാട്, അപ്പൊ യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പ്രാപിച്ച പത്രോസ് എന്ത് ചെയ്യേ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ശീമോന്റെ പേര് പത്രോസ് എന്നാക്കുന്നു. അപ്പം ശീമോന്റെ പേര് പത്രോസാക്കി ശക്തനായി മാറിയ വ്യക്തി എന്ത് ചെയ്തു? യേശു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട്? അടി കിട്ടുമെന്നുള്ള ഭയം കൊണ്ട്. സ്തോത്രം. താനും പ്രതികൂലത്തിലാകുമെന്നുള്ള ഭയം വന്ന് എന്ത് ചെയ്തു? പത്രോസ് തള്ളിക്കളഞ്ഞു. തള്ളിക്കളയുക മാത്രമല്ല, ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് പത്രോസ് പഴയ ബിസിനസ്സിലേക്ക് പോയി പടകെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ പിന്മാറിപ്പോയി. അപ്പൊ നോക്കി, വെളിപ്പാട് കിട്ടിയ പത്രോസ്, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത പത്രോസ് എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. ആ പിന്മാറിപ്പോകാൻ കാരണം എന്താണെന്നറിയോ? ഈ പത്രോസിന്റെ അപ്പനായ യോഹന്നാനിട്ട ശീമോൻ എന്ന പേരും അതിന്റെ അവകാശങ്ങളും പത്രോസിന്റെ മേൽ ഇപ്പോഴും കിടക്കുമ്പോൾ വന്ന് വിളിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നെ സ്നേഹിക്കുവാൻ കഴിയുമോ? ദൈവദാസന്മാരെ, ദൈവമക്കളെ, അപ്പോൾ ഇന്ന് പകൽക്കാലം നോക്കൂ, സ്തോത്രം, ഒരു മനുഷ്യൻ കർത്താവിൽ പ്രതികൂലങ്ങളെ മറികടന്ന് നിലനിൽക്കണമെങ്കിൽ രണ്ടാമതൊരു ബീജത്തിലേക്ക് അവൻ വീണ്ടും ജനിക്കപ്പെടണം. ഞാൻ ഇനി അതിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ ബീജം കെട്ടുപോകുന്ന ബീജം. കെട്ടുപോകുന്ന ബീജത്തിനകത്തിൽ യേശുവിനോടും ചോദിച്ചു, നീ അച്ഛന്റെ മകനല്ലയോ? കെട്ടുപോകുന്ന ബീജത്തിനകത്തിൽ, സ്തോത്രം, പത്രോസ് എന്ന പേര് മാറിക്കിട്ടിയവനോട് യേശു വീണ്ടും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് പഴയതുപോലെ പത്രോസായി എന്നെ സ്നേഹിക്കുവാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ കെട്ടുപോകുന്ന ബീജത്തിനകത്തിൽ നിറയെ പ്രതികൂലങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പറയുന്നത് പോരുണ്ട്, പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട്, കെട്ടുണ്ട്, തകർച്ചകളുണ്ട്. പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് ഒരു 100 കോളാ ദിവസവും വരുന്നത്. സ്തോത്രം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോള് വരുന്നത്? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു മാറ്റം വരുത്തിയും നമ്മൾ സുവിശേഷം പറയുമ്പോൾ, മുമ്പ് ജോസി എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസന്റെ പേര് ഇവിടെ പറയുന്ന കേട്ടു, എറണാകുളത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറയുന്ന പേര് കേട്ടുകൊണ്ട് അങ്ങയോടും ഞാൻ പറയുകയാണ്, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വചനത്തെ ഉറപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മുടെ മേൽ ഒരു അഭിഷേകത്തെ ദൈവം നൽകി തരട്ടെ. അപ്പൊ ഇനി കെടാത്ത ബീജത്തിലേക്ക് ഒന്ന് ഓടിക്കേറട്ടെ. ഒന്ന് ഓടിക്കേറി ശക്തമായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് കയറാം. എങ്ങനെയാണ് കെടാത്ത ബീജത്തെ പറ്റി പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് ഈ കെടാത്ത ബീജത്തെ പറ്റി പറയുന്നത്. അവിടെ പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒരു നിമിഷം ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നു. അപ്പൊ ഒന്നാമത്തെ ജനനം, ഞാനും നിങ്ങളും ജനിച്ചത് എവിടുന്നാണ്? രക്തത്തിൽ നിന്നാണ്. അപ്പൊ രണ്ടാമത്തെ ജനനത്തിന് നമ്മൾ രക്ഷിക്കപ്പെട്ട് രക്ഷ ഏറ്റു പറയുന്ന ആ സമയം തൊട്ട് മുൻപോട്ട് വരുമ്പോൾ ആ ജനനത്തിന് എന്തില്ല? രക്തത്തിലല്ല. നോക്ക്, അവർ രക്തത്തിൽ നിന്നല്ല. സ്തോത്രം. അടുത്ത വാക്കെന്താ? ജഡത്തിൽ നിന്നല്ല. എന്ന് വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ യോജിപ്പിക്കപ്പെട്ടിട്ടല്ല വീണ്ടും ജനനം സംഭവിക്കുന്നത്. അടുത്തത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. എനിക്കൊരു കുഞ്ഞു വേണം എന്ന് പറയുന്ന ആഗ്രഹത്തിലല്ല വീണ്ടും ജനനം നടക്കുന്നത്. പിന്നെന്താ? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ഡിവൈസിലുള്ള നിങ്ങളോട് പറയുന്നു. അപ്പൊ ട്രൂ, യഥാർത്ഥ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ്? കെടുന്ന ബീജത്തിൽ ജനിച്ച നമ്മളെ കാലസമ്പൂർണതയാകുമ്പോൾ നമ്മുടെ ആത്മാവിനെ കെടാത്തതാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചിട്ട്, ദൈവം തീരുമാനമെടുത്തിട്ട്, ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്, ദൈവം റിസ്ക് ഏറ്റെടുത്തിട്ട് നമ്മളെ എങ്ങനെ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നു. സ്തോത്രം. ആ വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന വിത്തിന്റെ പേരാണ് കെടാത്ത ബീജം എന്ന ദൈവവചനം. ഈ വിത്തിന് 2 ഗുണങ്ങളൂടെ എടുത്തു പറയുന്നുണ്ട്.
ഈ വിത്ത് ജീവനുള്ളതാണ്, ഈ വിത്ത് കെട്ടുപോകാത്തതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനൊരു ദൂതൂടെ അതിന്റെ അകത്ത് കയറി പറയട്ടെ, കെടാത്തതാണെങ്കിൽ, കെട്ടുപോകാത്ത ബീജം കൊണ്ടാണെങ്കിൽ, എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരു ബീജം കൊണ്ടാണെങ്കിൽ, ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് ഇനിയും ജീവൻ ഉണ്ടാക്കി തരുവാൻ, ഇനിയും സാധ്യതയുണ്ടാക്കി തരുവാൻ, ഇനിയും സൃഷ്ടിപ്പുണ്ടാക്കി തരുവാൻ, ഇനിയും നിങ്ങൾ തോൽക്കാതിരിക്കുവാൻ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്ന ഈ സീഡ് കൊണ്ട് ദൈവം നമ്മെ ജനിപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ദൈവവചനവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. കേൾക്കുന്നുണ്ടോ എന്റെ ദൈവമക്കളെ? ഒരു ദൈവദാസൻ വന്ന് ദൂത് പറഞ്ഞത് കൊണ്ട്, ഞാനും പ്രവചിക്കുന്ന ആളാ, പക്ഷെ ഇനി ഞാൻ പ്രവചിക്കുന്നതിനെ കാട്ടിലധികം നിങ്ങളെ വചനത്തിക്കൂടെ ഉറപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. കാരണം ഒരിക്കലൊരു ദൈവദാസൻ വന്ന് എന്നെ നോക്കി ഇങ്ങനെ പ്രവചിച്ചു, ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. 9 രാജ്യങ്ങളുടെ പേരും എന്നോട് പറഞ്ഞു. എന്റെ പ്രിയരെ, സ്തോത്രം, ഞാൻ ആ ദൂത് എടുത്ത് 8 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ചു. 8 വർഷക്കാലം പ്രാർത്ഥിച്ചപ്പോൾ 8ാം വർഷമാണ് ഞാൻ ഉഗാണ്ടയിൽ എത്തിയത്. ഇന്ന് 9ഓളം ആഫ്രിക്കൻ രാജ്യങ്ങൾ കൃപയാൽ, സ്തോത്രം, 10,400-ൽ പരം ആൾക്കാരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ കരത്തിലെടുത്തു. പക്ഷെ ഞാൻ കേട്ട ദൈവ ശബ്ദത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഉണർത്തിക്കൊണ്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എന്താ? ദൈവത്തിന്റെ വചനമാണ്. കാരണം ദൈവവചനം നന്നായി ധ്യാനിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയധികം ഉണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഊവ് ആമേൻ എന്ന് തന്നെ ആണ്. പക്ഷെ ഇതൊന്ന് എടുത്തു പറയണ്ടേ ദൈവദാസനെ? ഇതൊന്ന് ഏറ്റു പറയണ്ടേ? സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ? കാലേബ് എന്തുവാ ചെയ്തത്? കാലേബ് ഒരു ദൂത് കേട്ടു. കേട്ട ദൂത് എന്തുവാ? സ്തോത്രം, ഇന്ന മല നിനക്കും നിന്റെ ഗോത്രത്തിനും തരും. ആ മനുഷ്യൻ 40ാമത്തെ വയസ്സിൽ ഇത് കേട്ടിട്ട് 45 വർഷം ഇത് തന്റെ വായു കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് നടന്നു. അത് സംഭവിക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ട് നടന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, ഒരു വ്യക്തിക്ക് 2 ജനനം ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് കെട്ടുപോകുന്ന ബീജത്തിൽ നിന്നുള്ള ജനനം, അതാണ് ഡൈവേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്ന് ആ ചെറുപ്പക്കാരനെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാ? അവൻ പോകുന്ന ആരാധനാ സ്ഥലവും അവന്റെ വീടിനകത്ത് ഈ കെട്ടുപോകാത്ത ദൈവവചനത്താൽ ഒരു പണി നടക്കാതെ പലപ്പോഴും തിരക്കായി പോയി കാണും. ഒന്നുകിൽ ആ അമ്മ ഈ മകന്റെ ആത്മീക ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അധികം പ്രാർത്ഥിക്കാതെ എന്റെ കുഞ്ഞിനെ MBBS പൂർത്തീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കാണും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം 2ാമത്തെ ബീജത്തിന്റെ പേരെന്താ? അത് കെട്ടുപോകാത്തതാ, അത് നിലനിൽക്കുന്നതാ, അത് നമുക്ക് ജയം നൽകുന്നതാ, അത് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതാ, അത് നമ്മളെ മൊത്തത്തിൽ പുതുതാക്കുന്നതാ, അത് നമ്മുടെ തലയെ വരെ മാറ്റിമറിക്കുന്നതാ, അത് നമ്മുടെ ശാപത്തെ മാറ്റിത്തരുന്നതാ, അത് നമ്മളെ കൃപയോടെ നിർത്തുന്നതാ, അത് നമുക്ക് ദൈവ പൈതൽ എന്ന പദവി തന്ന് നമുക്ക് അവകാശം തരുന്നതാണ് ഈ കെടാത്ത ബീജം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാമേൻ പറഞ്ഞത് ഏറ്റെടുക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നിങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. എത്രയോ ക്യാൻസറുകൾ സൗഖ്യമായി ഈ ദിവസങ്ങൾ, എത്രയോ ഗർഭപാത്രങ്ങളെ പ്രാർത്ഥിച്ചു തുറപ്പിക്കുവാൻ ദൈവം കൃപയും തന്നു. എങ്ങനാ നോക്ക, അകത്ത് കിടക്കുന്ന കെട്ടുപോകാത്ത ഈ ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ കെട്ടുപോകുന്നതിന്റെ മേൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്ന ഈ വചനം ചെന്ന് ക്രിയ ചെയ്യും. മുമ്പേ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടു. സ്തോത്രം. ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. സ്തോത്രം. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ പത്രോസ് മാറ്റിയെടുത്തു. ഒരു നിമിഷം ചോദിച്ചോട്ടെ, തോറ്റുപോയ പത്രോസ് ഇപ്പോൾ വൃദ്ധനായ പത്രോസ് എഴുതിയ ലേഖനത്തിന്റെ വാക്കാ കേട്ടത്. ഒരു മനുഷ്യൻ കെട്ടുപോകുന്നതല്ല, കെടാത്തതിനാലും ജീവനുള്ളതുമാകുന്ന ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ
എങ്ങനാ ഈ ഭക്തൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? മുൻപ് കർത്താവിന്റെ കൂടെ നടന്നിട്ടും തോറ്റുപോയതല്ലേ? സ്തോത്രം. എന്നാൽ അപ്പോസ്തല പ്രവർത്തികൾ നമുക്കറിയാം, 2:41 പത്രോസിനെ എഴുന്നേൽപ്പിച്ചത് എന്താ? ഒരു മാളിക മുറിക്കകത്തില് ദൈവശബ്ദം കേട്ടുകൊണ്ട് പോയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് സ്തോത്രം എന്ത് ചെയ്തു? തന്റെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ താൻ എഴുന്നേറ്റ് നിന്നു. താൻ എഴുന്നേറ്റ് നിന്ന സമയത്ത് തന്റെ വായ്ക്കകത്ത് നിന്ന് വചനം വന്നു. ഹലോ, ഒരു മിനിറ്റ് കൂടെ ഞാൻ പറയാം. പേടിച്ചാണ് മുറിക്കകത്തിലിരുന്നത്. യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്തു? സ്തോത്രം. കാത്തിരുന്നപ്പോൾ, തന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ, താൻ എഴുന്നേറ്റ് നിന്നപ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നീ ഇനിയും മത്സ്യത്തെ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനായി തീരും. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയാം, നമ്മുടെ മേൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നമ്മളോടുള്ള ദൈവത്തിന്റെ ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വചനം ചലിച്ചാൽ മാത്രമേ നമ്മുടെ വാഗ്ദത്തങ്ങൾ നടക്കത്തുള്ളൂ, വഴികൾക്ക് മാറ്റമുണ്ടാകത്തുള്ളൂ. നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഈ മനുഷ്യന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ നോക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഇന്ന് രാവിലെ ഞാൻ പറയാം, നമ്മുടെ അകത്ത് വചനമുണ്ടെങ്കിൽ സ്തോത്രം, നമ്മളൊരു വിഷയം വന്നാൽ പെട്ടെന്ന് പാസ്റ്ററെ അല്ല വിളിക്കേണ്ടേ, ആ കാലമൊക്കെ പോയി. ഇനിയും പാസ്റ്റർമാരെ വിളിക്കാനുള്ള കാലങ്ങളൊന്നും ദൈവം നമുക്ക് അനുവദിക്കത്തില്ല. ഒരു രോഗം വന്നാൽ ഒരു വചനം കണ്ടെത്തണം. വീട്ടിലൊരു പ്രതികൂലം വന്നാൽ ഒരു വചനം കണ്ടെത്തണം. സ്തോത്രം. വീട്ടിനകത്ത് ഒരു നിരാശ വന്നാൽ ഒരു വചനം കണ്ടെത്തണം. ഒരു വചനം കണ്ടെത്തി സ്തോത്രം അത് വായിന്നൊന്ന് പറഞ്ഞു നോക്ക്. ഇതാണ് പത്രോസ് വായിന്ന് പറഞ്ഞപ്പോൾ പണ്ട് കർത്താവ് പറഞ്ഞൊരു ദൂത് നിറവേറുകയാ. നീ മീനിനെ അല്ല മത്സ്യത്തെ അല്ല പിടിക്കുന്നത്, മനുഷ്യനെ പിടിക്കും. 3.5 വർഷക്കാലം ഒരു മനുഷ്യനെയും പിടിച്ചിട്ടില്ല. സ്തോത്രം. വെളിപ്പാട് കിട്ടിയപ്പോഴും ഒരു മനുഷ്യനെയും പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ആത്മദാഹത്തോടെ ഇരുന്നപ്പോൾ, വചനത്തിന്റെ ദൂത് കേട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മേൽ വന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാം, ഒരു ദിവസം ഒരധ്യായമെങ്കിലും ദൈവമക്കളെ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നമ്മളെ പിശാച് തോൽപ്പിച്ചു കളയും. ഇന്ന് ചർച്ചിൽ വരുന്ന പലരും ബൈബിള് ദൈവദാസന്മാര് പ്രസംഗിക്കുമ്പോൾ തുറന്നു പോലും നോക്കാറില്ല. സ്തോത്രം. കേൾക്കുന്നു, മറക്കുന്നു. ഞാൻ ആ വാക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. കേൾക്കുന്നു, മറക്കുന്നു, കേൾക്കുന്നു, മറക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, 40 പേരാണ് സ്തോത്രം ഈ ദൈവവചനം എഴുതാൻ ദൈവം 40 പേരെ ഉപയോഗിച്ചു. 1500 വർഷം എടുത്തു 66 പുസ്തകങ്ങൾ എഴുതാൻ പല കാലഘട്ടങ്ങൾ കൊണ്ട്. പക്ഷെ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, സ്തോത്ര, യോഹന്നാൻ 1:1 ആദ്യം യോഹന്നാൻ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, എല്ലാത്തിനു മുൻപ് വചനമുണ്ടായിരുന്നു. ഇന്ന് പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് എന്തുണ്ട്? ഒന്ന് വാത്തോർന്ന് പറയാമോ? വചനമുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. അത് വാക്യമല്ല പ്രിയമുള്ളവരെ, വചനം വാക്യമല്ല. നോക്കൂ, പിന്നെ യോഹന്നാൻ പറയുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമാണ്. നമ്മളൊരു വിഷയത്തിന് ഈ പുസ്തകത്തിൽ നിന്ന് അന്വേഷിച്ചൊരു വചനം കണ്ടെത്തിയാൽ അത് ദൈവമാണ് നമ്മളോട് സംസാരിച്ചത്. ആ വചനത്തിന്റെ കൂടെ ദൈവമുണ്ടായിരിക്കും. ആ വചനം അത് അയക്കുന്നതിന്റെ മറുപടി നൽകി തന്നിരിക്കും. സ്തോത്രം. എനിക്ക് ആയിരക്കണക്കിന് സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ സ്തോത്രം ഒരു പെന്തക്കോസ്റ്റൽ വീട്ടിലല്ല ജനിച്ചത് പ്രിയമുള്ളവരെ, ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചാൽ എനിക്ക് സ്തോത്രം ഒരു കത്തോലിക്ക ധ്യാനത്തിൽ വെച്ച് ആണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. 26 വർഷങ്ങൾ കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ഞാൻ MBBS പഠിച്ചിട്ടില്ല, പക്ഷെ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ മറ്റു മീറ്റിംഗിൽ ഒന്ന് പറഞ്ഞതാ, പക്ഷെ ഇവിടെ ഞാൻ പറയുന്നില്ല. കാരണം ഇനി 15 മിനിറ്റ് കൊണ്ട് എനിക്ക് വചനം നിങ്ങളുടെ അകത്തൊന്ന് ഉറപ്പിക്കണം. നോക്ക്, വചനം വാക്യമല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, എല്ലാത്തിനും മുമ്പിലും വചനമുണ്ട്. നമ്മുടെ അസ്ഥി ഉണ്ടാക്കുന്നതിന് മുമ്പ് വചനമുണ്ടായിരുന്നു, നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വചനമുണ്ട്. അതുകൊണ്ട് തലയ്ക്കകത്തിൽ ഒരു പ്രോബ്ലം വന്നാൽ ഒരു വചനം കണ്ടെത്തിയാൽ തലയുടെ പ്രോബ്ലത്തെ മാറ്റാൻ വചനത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ കിഡ്നിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നിയെ മാംസത്തിൽ നിന്ന് കെട്ടുപോകുന്ന ബീജത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് വചനമുണ്ടായിരുന്നു.
അതുകൊണ്ട് ഒരു വചനം കണ്ടെത്തിയാൽ ഡയാലിസിസ് ഇല്ലാതെ കിഡ്നിയെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരിക്കലും ഒരു ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു ബ്രദർ ആരോ പറഞ്ഞിട്ട് 2 കിഡ്നിയും ഡാമേജ് ആയി പോയി, സ്തോത്രം, ഒരു കിഡ്നി 20% മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചാടിക്കേറി പ്രാർത്ഥിക്കാതെ, അദ്ദേഹം ഒരു കൃഷ്ണ ഭക്തനാണ്, ഞാൻ അദ്ദേഹത്തോട് യേശു ക്രിസ്തുവിനെ ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം കിട്ടും, ഈ യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ച് വചനത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം ശ്രീജിത്ത് എന്ന് പറയുന്ന സഹോദരൻ, സ്തോത്രം, വചനം സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, UA എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ല മെഡിക്കൽ മിഷൻ എന്ന ഹോസ്പിറ്റലില് അദ്ദേഹത്തിന്റെ 1ാമത്തെ ചെക്കപ്പ് കഴിഞ്ഞപ്പോഴും കിഡ്നി അങ്ങനെ തന്നെ. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, സ്തോത്രം, സ്കാനിങ്ങിലും സെയിമാ. ഞാൻ പറഞ്ഞു, യേശു അത്ഭുതം ചെയ്യും. സ്തോത്രം. 2ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ സ്തോത്രം വയറ് കീറി, സ്തോത്രം, കിഡ്നി പുറത്തെടുത്തു. എന്തിനു വേണ്ടിയാ? സ്തോത്രം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സാധ്യത നോക്കാൻ വേണ്ടി. സ്തോത്രം. പ്രിയമുള്ളവരെ, ആ കിഡ്നിയുടെ ആ ഭാഗം ശരീരം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. ഒരു പുതിയ ഞരമ്പ് കിളിച്ച് ഇറങ്ങി 20% വർക്ക് ചെയ്യുന്ന കിഡ്നിയോട് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. ഡോക്ടർമാർക്ക് അത്ഭുതം. കാരണം അങ്ങനെ ഒരു ഞരമ്പ് ശരീരത്തിലില്ല. പക്ഷേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഞരമ്പ് കളിപ്പിച്ച് അദ്ദേഹത്തിന്റെ കിഡ്നിക്കകത്തിൽ അത്ഭുതം ചെയ്തു. ഡോക്ടർമാര് തിരിച്ചു തുന്നിക്കെട്ടി. എന്നിട്ട് ആ ഹോസ്പിറ്റലിന്റെ മൈക്കിനകത്തിൽ കൂടെ പറഞ്ഞു, ഇതുവരെ കാണാത്തൊരു മിറക്കിൾ ദൈവം ചെയ്തു. അതൊരു ബ്രദറൻ ഹോസ്പിറ്റലാണ്. ഇന്നും ആ മനുഷ്യൻ ജീവനോടുണ്ട്, വീണ്ടും കുഞ്ഞുങ്ങളെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്തോത്രം, ഇനിയും കരയുവാനുള്ള ഒരു കാലമല്ല, ഇനിയും തളരാനുള്ള ഒരു കാലമല്ല, ഇനിയും തോൽക്കാനുള്ള കാലമല്ല. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കർത്താവ് അടുത്തു വന്നിരിക്കുന്നു. ചിലപ്പോൾ അത് ഇന്ന് തന്നെ സംഭവിച്ചേക്കാം. ചോദ്യം, ധൈര്യമുണ്ടോ? മനസാക്ഷിയിൽ നല്ലൊരു ബലമുണ്ടോ? വായിൽ വചനമുണ്ടോ? കയറിപ്പോകുമെന്നൊരു ഉറപ്പുണ്ടോ? അകത്ത് എണ്ണയുണ്ടോ എന്നൊരു ഉറപ്പുണ്ടോ? സ്തോത്രം. ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, നമ്മളിൽ കെടുന്ന ബീജത്തെ ഇന്നത്തെ വചന ശുശ്രൂഷകൾ കൊണ്ട് കെടാത്ത ബീജമെന്ന ദൈവവചനം കൊണ്ട് നിങ്ങൾ ജയിക്കുവാൻ സമർപ്പിച്ചു കൊടുക്കണം. ഇനി ഞാൻ ചില പ്രാക്ടിക്കൽ വശം വചനത്തിൽ കൂടെ ഒന്ന് വേഗത്തിൽ തൊടാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇതേ പത്രോസ് 1 പത്രോസ് 2:2 പത്രോസ് വീണ്ടും എഴുതി വെച്ചു. 1 പത്രോസ് 2:2 പത്രോസ് വീണ്ടും എഴുതി വെച്ചു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അടുത്ത വാക്കുണ്ടോ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇപ്പോൾ പത്രോസ് പണ്ടത്തെ കൂട്ടി എടുത്തിയാട്ടക്കാരനല്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ പത്രോസിന് മനസ്സിലായി. കാരണം യേശു സ്വർഗത്തിൽ കയറിപ്പോയതിനു ശേഷം അന്ന് എഴുന്നേറ്റ പത്രോസ് പിന്നീട് തബീതയുടെ ശവത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോഴും, മുടന്തന്റെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ എന്ന് പറയുമ്പോഴും, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വാഴ്ചകളും അധികാരങ്ങളും അവന്റെ കരത്തിലാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ അനുഭവത്തിൽ നിന്ന് പത്രോസ് പറയാ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ കെടാത്ത ബീജത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? വളർച്ച പ്രാപിക്കണം. വളരുവാൻ എന്ത് ചെയ്യണം? നോക്ക, അവിടെ പറയുന്നു, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. സ്തോത്രം. ഒരു കുഞ്ഞ് അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് മുലപ്പാൽ കുടിക്കുമ്പോൾ അതിനത് പ്രോട്ടീൻ ആകുന്നത് പോലെ, വൈറ്റമിൻ ആകുന്നത് പോലെ, ബ്രെയിന് ഗ്രോത്ത് ആകുന്നത് പോലെ, അസ്ഥിക്ക് ബലമാകുന്നത് പോലെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് തൊട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു വചനം ധ്യാനിച്ചിട്ട് അത് അകത്തിട്ട് ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ കിച്ചണിലൊന്ന് കയറി നോക്ക്. അത്ഭുതങ്ങൾ നിങ്ങളുടെ പിറകെ നടക്കും. കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ തുടങ്ങും. ആത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് വരും. വചനം അകത്തുണ്ടെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാം, കെട്ടുപോകുന്ന ബീജത്തിന്റെ മേൽ കെടാത്ത ബീജമെന്ന വചനം കുടിച്ചാൽ എന്തൊക്കെ പറ്റും? നമ്മുടെ അലസത മാറും, നമ്മുടെ അവയവങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, നമ്മുടെ അകത്ത് നിന്ന് ഭയത്തിന്റെ ആത്മാവ് ഇറങ്ങിപ്പോകും, നമ്മുടെ രോഗങ്ങൾ നമ്മൾ നോക്കി നിൽക്കെ സൗഖ്യമാകാൻ തുടങ്ങും, നമ്മുടെ പരാജയങ്ങളിൽ നമ്മൾ പുറത്തു വരും. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായ എന്ത് ചെയ്യും? ലിമിറ്റേഷനിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കും. എപ്പോഴാണെന്നറിയോ? വചനമെന്ന മായമില്ലാത്ത പാല് എന്നൊന്ന് കുടിച്ചു നോക്ക.
സ്തോത്രം, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പൊ ഈ കെടാത്ത ബീജം എന്ന വചനം നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണമെന്ന് പറയുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതെന്ന് കുടിക്കണം. ദാഹം മാറുവാൻ കുടിക്കണം, ക്ഷീണം മാറുവാൻ കുടിക്കണം. സ്തോത്രം, ഉള്ള പോയിസണസ് ആയുള്ള ഗുളികകൾ കഴിക്കുവാൻ സ്തോത്രം നമ്മൾ എത്ര നേരമായി ഇരിക്കുന്നത് അല്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ പറയാം, ഈ വചനം, യേശുവിന്റെ രക്തത്തിനകത്തിലും വചനത്തിനകത്തിലും ഷുഗർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ വചനം ഒന്ന് കുടിച്ചു നോക്കാം. ഞാൻ ഗ്യാരണ്ടിയിട്ട് പറയാം, ട്രിവാൻഡ്രത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, എന്നും മീറ്റിങ്ങിന് വരുമായിരുന്നു. സ്തോത്രം. ഈ അങ്കിള് ഹൈ ഷുഗർ ഉള്ള ആളായിരുന്നു. സ്തോത്രം. ഹാർട്ടിന് 4 ബ്ലോക്ക് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. 3 ആഴ്ചയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത്. പിന്നീട് ശ്രീ ചിത്രയിൽ കൊണ്ടുപോയപ്പോൾ ആ ബ്ലോക്കിന് സ്തോത്രം അത് അലിഞ്ഞു പോകുന്നതും ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർമാര് പറയേണ്ടി വന്നു. ഈ ഹൈ ഷുഗർ രോഗി മരിക്കുന്നതിന് മുമ്പ് മാസങ്ങൾ പിന്നീട് ഇൻസുലിൻ എടുത്തില്ല. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ചയും ഞാൻ കേട്ടു, സ്തോത്രം, വർഷങ്ങളെ ഇൻസുലിൻ എടുത്ത ഒരു സിസ്റ്റർ കഴിഞ്ഞ 3 മാസമായിട്ട് ഇപ്പൊ ഷുഗറിന് മെഡിസിൻ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ? കേൾക്കുന്ന വചനം ഏറ്റുപറയുന്നു, അത് വിശ്വസിക്കുന്നു, അത് അകത്ത് വീഴുന്നു, അത് കെട്ടുപോകുന്ന അനുഭവങ്ങളെ ജീവൻ വെപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാം, ഈ വചനം നിങ്ങൾ കുടിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ വീട്ടിനകത്തിൽ സുവിശേഷത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങും. ഇനി അപ്പോസ്തല പ്രവൃത്തി 14:3 ഞാൻ നിങ്ങളെ ഇന്ന് ഓടിച്ചു കൊണ്ടുപോവുകയാണ്. നോക്കും, അപ്പോസ്തല പ്രവൃത്തി 14:3 അവിടെ പറയുന്നു, അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ദൈവ പൈതലെ നോക്ക്, നമ്മളൊരു വചനം ഏറ്റുപറയുമ്പോൾ യേശു കർത്താവ് ഏറ്റുപറയുന്ന വചനത്തിന് എന്ത് ചെയ്യുന്നറിയോ? സാക്ഷി നിൽക്കും. കേൾക്കുന്നുണ്ടോ? അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. സാക്ഷി നിന്നാൽ എന്തു പറ്റും? നോക്ക്, അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകും. അപ്പൊ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം വേണമെങ്കിൽ നിങ്ങളുടെ വായ്ക്കകത്ത് വചനം വേണം. നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു അടയാളം നടക്കണമെങ്കിൽ നിങ്ങളുടെ വായ്ക്കകത്ത് ഒരു വചനം വേണം. ഞാൻ ഒന്നുകൂടെ പറയാം, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങളുടെ വായിൽ വചനം വേണം. നിങ്ങളുടെ വായിൽ ഒരു വചനമുണ്ടെങ്കിൽ നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ അത്ഭുതം നടക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ വർഷവും ഞാനൊരു വചനം ദൈവത്തോട് ചോദിക്കും. അത് ചർച്ചയിൽ നിന്ന് പാസ്റ്റർമാര് തരുന്ന വാഗ്ദത്ത വചനം എന്ന് പറയുന്ന പ്രിന്റ് ചെയ്തതൊന്നുമല്ല. 2025 ഞാൻ ചോദിച്ചു, കർത്താവ്, ഈ വർഷം എന്റെ വാഗ്ദത്ത വചനം എന്താ? കർത്താവിനോട് പറഞ്ഞു, ഇതൊരു കൊയ്ത്തിന്റെ വർഷമാണ്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നീ കൊയ്യും. ഞാൻ എന്നും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ദൈവത്തിന്റെ കൃപയാൽ ഈ വർഷവും അനേകം പേരെ, ഇത്രയും ദിവസത്തിനകത്ത് പലരെയും വിടുവിക്കുവാൻ ദൈവം എന്നെ കരത്തിലെടുത്തു. പല രോഗികളെ സൗഖ്യമാക്കാൻ ദൈവം കരത്തിലെടുത്തു. കാരണം എന്റെ വായിൽ നിന്ന് ഞാൻ ഏറ്റുപറയുന്ന ഒരു വചനമാണ്. ഇതൊരു കൊയ്ത്തിന്റെ വചനമാണ്. ഇത് സ്തോത്രം, ഇത് തളർന്നു പോകാതിരുന്നാൽ ഇതൊരു കൊയ്ത്ത് കിട്ടും. അത് രോഗികളെ കൊയ്തെടുക്കാൻ, പാപികളെ കൊയ്തെടുക്കാൻ, കടഭാരത്തിലിരിക്കുന്നവരെ കൊയ്തെടുക്കുവാൻ, ആത്മീക ജീവിതത്തിൽ തളർന്നുപോയവരെ കൊയ്തെടുക്കുവാൻ, സ്തോത്രം, ഒരു കൊയ്ത്തിന്റെ വചനം ആ ദൈവം എന്റെ ഈ തന്നു. ഞാനത് പറയുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ വായിൽ വചനമുണ്ടെങ്കിൽ അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിൽക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തൊരു അത്ഭുതം കർത്താവ് ചെയ്യും. ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോവാ. ഒരു 2-3 മിനിറ്റ് എടുത്ത് അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് കാണാതറിയാം. 100 പ്രസംഗം കേട്ടിട്ടും ഉണ്ടാകും ഈ വചനത്തെ പറ്റി. എബ്രായ ലേഖനം 4:12 വചനം മിക്കവാറും ഉള്ളവർക്ക് കാണാതും അറിയാം. പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ പറയുന്നു ദൈവത്തിന്റെ വചനം. സ്തോത്രം. അടുത്ത് പറയുന്നത് എന്താ അറിയോ? ജീവനും ചൈതന്യവും ഉണ്ട്. സ്തോത്രം. അവിടെ അങ്ങ് നിൽക്കാം. ചുമ്മാതെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. അത് നമ്മളെ ജീവിപ്പിക്കാൻ പറ്റും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന സകല വിഷയത്തിന്റെ മേലും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയണം. എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഒരു വിടുതലും കിട്ടത്തില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടത്തില്ല. പകരം നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങിയാൽ അത് നിങ്ങളെ ജീവിപ്പിക്കാൻ തുടങ്ങും. ഇനി അടുത്തത് കണ്ടോ? ചൈതന്യം തരും, മുഖത്ത് സന്തോഷം തരും, ജീവിതത്തിൽ പ്രത്യാശ തരും. ഞാൻ പറയാം, സ്തോത്രം, പ്രിയമുള്ളവരെ, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ ശുശ്രൂഷിക്കുമ്പോഴും നോക്കൂ, ഇപ്പോൾ എനിക്ക് സഭാ ചാർജ് ഇല്ല. ഞാൻ സഭാ ചാർജ് എടുത്തിട്ടില്ല. കാരണം എനിക്ക് എന്റെ വിളിയെ പറ്റി നന്നായി അറിയാം.
അതുകൊണ്ട് ഞാൻ പൊതു ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ ഇതേപോലെ സൂമിനകത്ത് 2 വെർച്വൽ ചർച്ച എനിക്കുണ്ട്. ഒന്ന് വെള്ളിയാഴ്ചയും ഒന്ന് മൺഡേയും. അതിശക്തമായ ദൈവപ്രവർത്തികൾ ദൈവം അതിനകത്തിൽ കൂടെ ചെയ്യുന്നു. 3 സ്തോത്രം, ആഫ്രിക്കയിലും ഇന്ത്യയിലും ഞാൻ മിഷൻ വേല ചെയ്യുന്നുണ്ട്. സ്തോത്രം, 1 രൂപ പോലും എനിക്ക് ഫിക്സഡ് വരുമാനമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എന്റെ പിതാവ് സ്തോത്രം മദ്യപിച്ചും പുകവലിച്ചും പലിശയ്ക്ക് കൊടുത്തും ഒരു വലിയ ശാപമായിരുന്നു സാമ്പത്തിക മേഖല. എന്റെ ജീവിതത്തിൽ വളരെ ഞെരുക്കത്തിൽ ഞാൻ ജീവിച്ചു. പക്ഷെ ഈ വചനത്തിൽ കൊണ്ടൊരു വെളിപ്പാട് കിട്ടി. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. ഈ വചനം ഏറ്റുപറഞ്ഞ് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്തം തളിച്ച് പ്രാർത്ഥിച്ച് പിതാവിന്റെ റൂട്ടിന്റെ മേൽ ജയമെടുത്തു. ഇന്ന് 8 വർഷമായി ആ ബന്ധനം എന്റെ മേൽ നിന്ന് അഴിഞ്ഞത് കൊണ്ട് സ്തോത്രം, ഞാൻ ഒന്നും ചോദിക്കേണ്ട. ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞാൽ മതി, എന്റെ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം, 20ഓളം ദൈവദാസന്മാരെ ഞാൻ സഹായിക്കുന്നുമുണ്ട്. കണ്ടോ? അപ്പൊ ആ പിതാവിന്റെ റൂട്ട് വെട്ടിക്കളഞ്ഞത് ദൈവത്തിന്റെ വചനമാണ്. ആ ശാപം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞത് ദൈവത്തിന്റെ വചനം. അപ്പം ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ജീവനുണ്ട്. ഒന്ന് വായി കൊണ്ടൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ഇനി എന്നിട്ട് ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാ. സ്തോത്രം. കുഞ്ഞിനെ പറ്റി ഭാരപ്പെടണ്ട, ഭാവിയെ പറ്റി ഭാരപ്പെടണ്ട, വിഷയങ്ങളെ പറ്റി ഭാരപ്പെടണ്ട. അത് ചൈതന്യം വരുത്തും. സ്തോത്രം. ഒന്ന് വിശ്വസിക്കാമോ? ഇനി നോക്ക്, ഈ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയത്. സ്തോത്രം. ഒരു സെക്കൻഡ് എവിടെ നിൽക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ ഇരുവായ്ത്തലയുള്ള വാളെന്ന് പറഞ്ഞെന്നറിയാമോ? പ്രിയമുള്ളവരെ, സ്തോത്രം, ആദമിനെയും, ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം, ആദമിനെയും അവയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ സ്തോത്രം, തോട്ടത്തെ സൂക്ഷിക്കുവാൻ ദൈവം ഒരു ദൂതനെ അവിടെ നിർത്തി. ആ ദൂതന്റെ കയ്യിൽ എന്തുണ്ടെന്നറിയാവോ? ഇരുവായ്ത്തലയുള്ള ഒരു വാളുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. എന്ന് വെച്ചാൽ തോട്ടത്തിനകത്ത് ജീവവൃക്ഷത്തിന് വിരോധമായി ഇനി ഒരു പിശാചും കയറാതിരിക്കാൻ അതിനെ സ്തോത്രം ഒരു ദൂതന്റെ കയ്യിൽ തലയുള്ള മിന്നുന്ന വാള് കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനമുള്ള ഒരു ദൈവ പൈതലിനെ പിശാചിനോ രോഗാത്മാവിനോ ദുരാത്മാവിനോ ആഭിചാരത്തിനോ കെട്ടുകൾക്കോ ബന്ധനങ്ങൾക്കോ ഒന്നും തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അപ്പൊ ദൈവവചനത്തിന് എന്തുകൊണ്ട്? അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇനിയും ഈ ദൈവവചനം എടുത്തു പറഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? അടുത്ത വാക്കുണ്ടോ? പ്രാണൻ, ആത്മാവ്, സന്ധിമജ്ജ, ഹൃദയം. 4 ഏരിയയിലാണ് ദൈവത്തിന്റെ വചനം പരിവർത്തിക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ കാലത്ത് നടക്കാതിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കണ്ടോ? ഇത് പ്രാണന്റെ അകത്തേക്ക് കയറും. എന്തോ ദൈവമക്കളെ, ഈ പ്രാണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് 3 ഘടകമാണ്: ദേഹം, ദേഹി, ആത്മാവ്. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചോണേ, അതിനകത്തിലെ ദേഹിയുടെ പേരാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രാണൻ എന്ന് വെച്ചാൽ നമ്മുടെ ദേഹി. നമ്മുടെ ദേഹിക്കകത്തിലാണ് അപ്പന്റെ അമ്മയുടെയും ശാപങ്ങളും പിശാചിന്റെയും അവകാശങ്ങളും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഒരു ദൈവത്തിന്റെ വചനം എങ്ങോട്ട് കയറുമെന്നറിയോ? നമ്മുടെ ദേഹിക്കകത്ത് കയറി അതിനെ ശുദ്ധീകരിക്കും. നമുക്ക് മൊത്തത്തിലൊരു മാറ്റം വരുത്തും. നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തും. നമ്മുടെ വികാരങ്ങൾക്ക് മാറ്റം വരുത്തും. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തും. ദൈവവചനം അകത്ത് കയറിയാൽ. സ്തോത്രം. ഒന്ന് പ്രാണൻ. ഇനി അടുത്ത എന്താണെന്നറിയോ? ആത്മാവിന്റെ മേൽ ദൈവവചനം കയറും. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവനെ ഈ ദൈവവചനം അകത്ത് വീണ് കിടന്നാൽ നമ്മുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെടാൻ തുടങ്ങും. നമുക്ക് അധികാരം ലഭിക്കാൻ തുടങ്ങും. നമ്മൾ പിശാചിന് മേൽ ജയമെടുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമാണെങ്കിൽ നീ സകലത്തിലും സുഖവും ശുഭവുമായി തീരുമെന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനം എവിടെ വീഴണം? ആത്മാവിൽ വീഴണം. ഇനി അടുത്തത് കണ്ടോ? സന്ധിമജ്ജകൾ. ദൈവമക്കളെ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. സന്ധിമജ്ജകൾ എന്ന് വെച്ചാൽ ബോൺസ് ആൻഡ് മാരോ. നമ്മുടെ ഈ ജോയിന്റുകളിലേക്ക് നമ്മൾ എടുത്തു പറയുമ്പോൾ ദൈവവചനം കയറും. സ്തോത്രം. കണ്ടിന്യൂസ് ട്രെയിൻ യാത്ര. ഓരോ സഭയിലും മിനിമം 3 മണിക്കൂർ ഒറ്റയടിക്ക് നിൽക്കേണ്ടി വന്നത്. അങ്ങനെ 4 വർഷം അങ്ങനെ ശുശ്രൂഷിച്ചപ്പോൾ എന്റെ L4 L5 എന്ന് പറയുന്ന നട്ടെല്ലിനകത്ത് ഒരു അടുത്ത് വന്നു, ഒരു പ്രഷർ വന്നു. അങ്ങനെ സ്തോത്രം, ഞാൻ 1.5 വർഷം ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ശുശ്രൂഷിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എന്നും കൈവച്ചിട്ട് L4 L5 ഏരിയക്കകത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഇനി എത്രയോ രാജ്യങ്ങളിൽ ഞാൻ പോകേണ്ടതാ. ഇനി എന്നെ പറ്റി എന്തോ ഒരു പദ്ധതിയുണ്ട്.
അതുകൊണ്ട് സ്തോത്രം, എന്റെ L4 L5 അങ്ങയുടെ ശക്തി ഇറങ്ങി അസ്ഥികൾക്ക് ജീവൻ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കഴിഞ്ഞ 6 മാസം കർത്താവ് എനിക്ക് അത്ഭുത രോഗസൗഖ്യം നൽകി തന്നു. നോക്ക്, ഈ വചനം ഏറ്റുപറയുമ്പോൾ അത് അസ്ഥിക്കകത്ത് പോകും. സ്തോത്രം. എന്റെ ഫാദറിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്ത് ക്യാൻസർ വന്നൊരു മനുഷ്യനായിരുന്നു. എന്റെ ഫാദറിന്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു മാറ്റുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. സ്തോത്രം. 1000 സാക്ഷ്യം എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ, ദൈവത്തിന്റെ വചനം കീമോതെറാപ്പിയെക്കാട്ടി ശക്തിയാണ്. ദൈവത്തിന്റെ വചനം നശിപ്പിച്ച് കളഞ്ഞ അവയവത്തെ റിക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. സ്തോത്രം. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ വചനം പ്രാണനകത്ത് കയറും, ദൈവത്തിന്റെ വചനം ആത്മാവിനകത്ത് കയറും, ദൈവത്തിന്റെ വചനം ഞരമ്പ് അസ്ഥിക്കകത്ത് കയറും, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ കയറിയിട്ട് ഹൃദയത്തിന് മാറ്റം വരും. ഇതൊക്കെ ഒന്ന് ഏറ്റു പറയാമോ? ഞാനതുകൊണ്ട് എന്റെ സമയം കഴിയാറായി എങ്കിലും ഞാൻ ഇത് എടുത്തു പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ കയറും, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അസ്ഥിക്ക് മാറ്റം വരുത്തും, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ദേഹി ചിന്തകൾക്ക്, പഴയ മനുഷ്യന് മാറ്റം വരുത്തും, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റിയെടുക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം, ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ദൈവത്തിന്റെ വചനം കുടിക്കണം, ദൈവത്തിന്റെ വചനം ഏറ്റുപറയണം. കാരണം ആ വചനം കെടാത്ത ബീജമാണ്. കെടുത്തിക്കളയുന്നതിന് മേൽ കെടാത്ത വചനം ഏറ്റുപറയണം. ഇനി ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ വചനം അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തം എടുത്തൊരു ശുശ്രൂഷയാണ് സ്തോത്രം, ആത്മീക പോരാട്ടങ്ങൾ എങ്ങനെ ചെയ്യണം. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ എടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. സ്തോത്രം. ആ വചനം സ്തോത്രം, അതിനകത്തിന്ന് നോക്ക്, എഫേസ്യ ലേഖനം 6:17 സ്തോത്രം, സർവായുധ വർഗങ്ങൾ, പിശാചിന്റെ മുമ്പിൽ നഗ്നരായി പോയി നിൽക്കരുത്, സർവായുധ വർഗം ധരിക്കണമെന്ന് പറയുമ്പോൾ എഫേസ്യർ 6:17 പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്ക്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളണം. സ്തോത്രം. കണ്ടോ? അപ്പൊ ദൈവവചനം വാക്യമല്ല, അത് വാളാണ്. അത് എവിടെ ഇരിക്കണം? കയ്യിലുണ്ടായിരിക്കണം. അത് ഷെൽഫിലല്ല ഇരിക്കേണ്ടത്, കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് കയ്യിലുണ്ടെങ്കിൽ പിശാച് വരുമ്പോൾ അവനെ വെട്ടുവാൻ നമുക്കൊരു അധികാരം നമുക്ക് നൽകി തരും. അതുകൊണ്ട് നമ്മൾ പറയും, പോ പിശാചേ, ദുഷ്ടശക്തിയെ, നിനക്കെന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ ഈ വാഗ്ദത്തത്തിന്റെ മേലോ ഇരിക്കാൻ പറ്റുകയില്ല എന്ന് അകത്ത് വചനം നിറഞ്ഞൊരു ദൈവ പൈതൽ പറയുമ്പോൾ അത് വാള് പോലെ ചെന്ന് അവനെ വെട്ടി താഴെയിടും. ഹലോ, ഒന്നുകൂടെ ഞാനൊരു റെവലേഷൻ പറഞ്ഞോളാം. പിശാച് സ്വർഗത്തിൽ പാപം ചെയ്തപ്പോൾ, ലൂസിഫർ എന്ന ദൂതൻ സ്വർഗത്തിൽ പാപം ചെയ്തപ്പോൾ സ്വർഗം അവനെ എന്ത് ചെയ്തു? വെട്ടിയാണ് താഴെയിട്ടത് എന്ന് വചനം പറയുന്നെങ്കിൽ നമ്മുടെ വീടിനോടും നമ്മുടെ ശരീരത്തോടും നമ്മുടെ തലമുറകളോടും 2025 നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഊടാടി നടക്കുമ്പോൾ നിങ്ങളുടെ കരത്തിൽ ഒരു വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകൻ എന്ന പദവിയിൽ, മകൾ എന്ന പദവിയിൽ വെട്ടിക്കളയുവാൻ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, കരഞ്ഞുകൊണ്ടിരുന്ന വിടുതൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു സൂം മീറ്റിംഗിൽ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ കേറിയാൽ വിശ്വസ്തയോട് കയറി കേൾക്കുന്ന വചനങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. ചുമ്മാതെ ഇതിനകത്ത് കയറി ഒരു വചനം കേട്ടു, താങ്ക് യു പാസ്റ്റർ, നല്ല മെസ്സേജ്, ഒരു വിടുതലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം കുടിക്കണമെന്ന് പറയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവൻ തരും, ചൈതന്യം തരും. അത് വാള. ഇപ്പൊ പറയുന്നു, ഈ വാൾ എവിടെ ഇരിക്കണം? വാള കയ്യിലിരിക്കണം. ഇനി സ്തോത്രം, അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 10:44 സ്തോത്രം, പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10:44 പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടെല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? അപ്പൊ നമ്മൾ ഈ വചനം ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. സ്തോത്രം. ഹലോ, കേൾക്കുന്നുണ്ടോ? മുസംബിക് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ പോർച്ചുഗീസ് ആണ് ലാംഗ്വേജ്. അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ പോയപ്പോൾ ഒരു 5 ദിവസത്തെ ക്രൂസൈഡാണ്. 2ാമത്തെ ദിവസത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് പോർച്ചുഗീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. പക്ഷെ എന്നോടൊപ്പം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അവനോട് ഇരിക്കാൻ പറ, ബാക്കി ഞാൻ ചെയ്തോളാം. ഞാൻ ട്രാൻസ്ലേറ്ററോട് ഇരിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, എനിക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് പോർച്ചുഗീസേ അറിയത്തുള്ളൂ. പക്ഷെ ആ നിമിഷം തൊട്ട് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, കേട്ടവര് പോർച്ചുഗീസിൽ കേട്ടു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, കേട്ട
കേട്ടവർക്ക് പരിശുദ്ധാത്മാവ് അത് പോർച്ചുഗീസ് ലാംഗ്വേജിലാക്കി കൊടുത്തപ്പോൾ ഈ അത്ഭുതം കണ്ടുകൊണ്ട് 35 പേരാണ് അന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ജഡത്തിൽ ഇരുന്നു കൊണ്ട് ദൈവ പൈതലായി ഒന്നും നേടാൻ പറ്റത്തില്ല. ജഡത്തിൽ ഇരുന്നുകൊണ്ട് ഇനി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം, പത്രോസ് വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടവരുടെ മേൽ വന്നെങ്കിൽ, ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്ത് ഈ വചനം ആത്മാർത്ഥമായി ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ, കർത്താവ് ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു, ഇന്ന് തൊട്ട് കെടാത്ത ബീജം എന്ന വചനത്തിൽ വളരുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ആരെങ്കിലും സമർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മേൽ ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പാഴായ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ തുടങ്ങും. നിങ്ങളെ ശക്തരാക്കി മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ നുഖങ്ങളെ തകർത്ത് തരുവാൻ ദൈവാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, വചനം പറഞ്ഞാൽ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. അപ്പൊ ഇത്രയും നേരം വീണ്ടും കേട്ടു, കെടാത്ത ബീജം എന്ന ദൈവവചനം കുടിക്കണം, അതിനെ വാളാക്കി മാറ്റണം, അത് ആത്മാവിന്റെ വാളായി കയ്യിലുണ്ടായിരിക്കണം. വചനം പറഞ്ഞ് ആത്മാവിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കണമെങ്കിൽ നമ്മുടെ മേൽ വചനം ഉണ്ടായിരിക്കണം. ഇനിയും സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് എന്റെ സമയം തീരുമ്പോൾ ഇന്ന് അവസാനത്തെ ഒരു വാക്കിനകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:32. സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 20:32. സ്തോത്രം. കർത്താവിന്റെ ദാസന്മാർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുന്ന ഒരു വചനമാണ്. സ്തോത്രം. എഫെസോസിലുള്ള ദൈവമക്കളോട് സ്തോത്രം, സ്തോത്രം. അവിടെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാനും. ആ വാക്ക് കേട്ടോ, ആത്മീക വർധനവ് വരുത്തുവാനും. ഇനി അടുത്ത വാക്ക്, സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫരമേൽപ്പിക്കുന്നു. അപ്പൊ ദൈവമക്കളെ, സ്തോത്രം, ദൈവവചനം എന്തൊക്കെ ചെയ്യും? ഒന്ന് ആത്മീക വർധനവ് വരുത്തും. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടും. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനായി തീരും. നമ്മൾ ശക്തരായി തീർന്നാൽ ദൈവം നമ്മളെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കും. സ്തോത്രം. നമ്മളെ മറ്റുള്ളവർക്ക് വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം സ്തോത്രം ആത്മീക വർധനവ് വരുത്തുമെങ്കിൽ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന കൺവശങ്ങളെ ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്തോത്രം ചെയ്യാമോ? അടുത്തത് പറയാം, വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ. ഇനി കെട്ടപ്പെട്ട് കിടക്കാനല്ല, ഇനി ശപിക്കപ്പെട്ട് കിടക്കാനല്ല, ഇനി പാപത്തിന്റെ കീഴിൽ കിടക്കാനല്ല. സ്തോത്രം. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ എത്ര രോഗങ്ങൾ കാണുമെന്ന് അറിയാമോ? ഇന്ന് രാവിലെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാറാത്തത്? സ്തോത്രം. അപ്പന് പ്രഷറുണ്ട്, മോന് പ്രഷർ വന്നു, അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ട്, മോൾക്കോ മോനോ തൈറോയിഡ് വരുന്നു, അമ്മയുടെ യൂട്രസ് 59-ാം വയസ്സിൽ പോയി. സ്തോത്രം. മോളുടെ യൂട്രസ് 40-ാം വയസ്സിൽ പോകുന്നു. എന്തുകൊണ്ടാ? കെടാത്ത ബീജത്തിൽ വീണ്ടും ജനിച്ചിട്ടും സ്തോത്രം ഇതിനെയൊക്കെ ജയിക്കേണ്ടുന്ന വചനം നമ്മുടെ അകത്തില്ല. കേൾക്കുന്നുണ്ടോ? വചനം പാസ്റ്റർമാരുടെ അകത്ത് പോലും ഇന്നത്തെ കാലത്തില്ല. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? ഇന്നലെ സ്തോത്രം ഒരു തൃശ്ശൂരിൽ നിന്നൊരു കോൾ വന്നു. പ്രാർത്ഥിക്കാൻ വിളിച്ചൊരു മാതാവ് പറഞ്ഞു, സ്തോത്രം പാസ്റ്ററെ, എന്റെ സ്വന്തം മോൾക്ക് നല്ലൊരു മരുമോനെ കിട്ടി, പക്ഷെ അവൾക്ക് അവനെ വേണ്ട, അവൾക്ക് ഡൈവേഴ്സ് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കാമോ? റൂട്ട് കണ്ടെത്തി നോക്കിയപ്പോൾ ഈ ആന്റിയുടെ ഹസ്ബൻഡ് ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഈ സഹോദരിയെ വിട്ടുപോയി വേറെ കല്യാണം കഴിച്ചതാ. നോക്ക്, അതേ സ്പിരിറ്റ് ഇപ്പോഴും ഒറ്റ മോളേ ഉള്ളൂ. വളർന്നപ്പോൾ അവളെയും ഡൈവേഴ്സ് ചെയ്യിപ്പിക്കുക അടുത്ത പദ്ധതിക്ക് വേണ്ടി. സ്തോത്രം. എവിടെ പോകുന്നു? വചനമാകത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മീക വർധനവ് വരുത്തുന്ന വചനം. സ്തോത്രം. വിശുദ്ധന്മാരുടെ അവകാശം തരുന്ന വചനം. ഞാൻ വീണ്ടും പറയാം, ദൈവവചനത്തിൽ പറഞ്ഞ രോഗസൗഖ്യം, ദൈവവചനത്തിൽ പറഞ്ഞ ആത്മീക സ്വസ്ഥത, ദൈവവചനത്തിൽ പറഞ്ഞ നല്ല കുടുംബം, ദൈവവചനത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലെ അതേപോലെ സ്വർഗത്തിലെയും നമുക്കുള്ളതാ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയാം, നമ്മൾ ശിശുക്കളായിരിക്കുന്ന കാലത്തോളം പിശാച് നമ്മളെ ബന്ധിച്ച് ഒതുക്കി വെക്കും. നമുക്ക് വിടുതൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തു. നിങ്ങൾ ജനിച്ച വീട് ഏതുമാകട്ടെ, നിങ്ങളുടെ ഭർത്താവ് കൃപയിൽ വരാതിരിക്കുന്നതാകട്ടെ, നിങ്ങളുടെ ഭാര്യ വിശ്വാസത്തിൽ വരാതിരിക്കുന്നതാകട്ടെ, മാതാപിതാക്കൾ വിശ്വാസത്തിൽ വരാതിരിക്കുന്നതാകട്ടെ,
പോക്കറ്റിൽ നിന്ന് രാവിലെ 1 രൂപ പോലും കാണാത്തതാകട്ടെ, വാടക വീട്ടിലാകട്ടെ, കുഞ്ഞുങ്ങൾ കൃപയിൽ നിന്ന് പോയതാകട്ടെ, വിവാഹം കഴിഞ്ഞു കൊച്ചുങ്ങൾക്ക് മക്കളില്ലാത്ത എന്ത് വിഷയമാകട്ടെ, നിങ്ങൾ പറയുന്ന ലിസ്റ്റുകൾ എന്തുമാകട്ടെ, അതിനു മുമ്പിൽ ഞാൻ നിങ്ങളോട് പറയാം, കെടാത്ത ബീജത്തിൽ ജനിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചു. അത് കെട്ടുപോകാത്തതാണ്, അത് ജീവനുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് മാറാത്തതാണ്. ദൈവം ഈ ഭൂമിയെ തന്റെ വചനം കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്തൊന്ന് വിശ്വസിക്കാമെങ്കിൽ ഇങ്ങനെ ഒരു പ്രബോധന വാക്യം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 9 വരെ ഇങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. മോശ ജനത്തോട് ഇങ്ങനെ പറയുന്നു, ഞാൻ കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ടോ? മോശ പറയാ, വചനം എവിടെ ഇരിക്കണം? ഹൃദയത്തിൽ ഇരിക്കണം. എന്നിട്ട് അടുത്ത് പറയാ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങളോട് വചനം പറയണം. അടുത്തത് കണ്ടോ, വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി പറയണം. ഹലോ, കിച്ചണിൽ സാമ്പാർ വെച്ചോണ്ടിരിക്കുമ്പോൾ വചനം പറയണം. സ്തോത്രം. ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ വചനം പറയണം. വണ്ടി ഡ്രൈവ് ചെയ്ത് യാത്രയ്ക്ക് പോകുമ്പോൾ വചനം പറയണം. രോഗം വരുമ്പോൾ വചനം പറയണം. വൈറൽ ഫീവർ വരുമ്പോൾ വചനം പറയണം. ഡോക്ടർ നെഗറ്റീവ് റിപ്പോർട്ടുമായിട്ട് പറയുമ്പോൾ വചനം പറയണം. സ്തോത്രം. നോക്ക്, അവയെ അടയാളമായി നിന്റെ കയ്യിൽ കെട്ടണം. നിന്റെ കണ്ണിന്റെ മധ്യയെ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടിളമേലും പടിവാതിക്കലും എഴുതണം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ഇന്ന് രാവിലെ പറയുകയാണ്, ഈ മീറ്റിങ്ങിന് രാവിലെ ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. വചനം വായിൽ വേണം, വചനം മുമ്പിൽ വേണം, വചനം ബെഡ്റൂമിൽ വേണം, വചനം കിച്ചണിൽ വേണം. ഈ വചനം നിങ്ങൾ കുടിക്കണം, ഇത് ഏറ്റു പറയണം, ഇതിനെ വാളാക്കണം, ഇതിനെ കയ്യിലെടുക്കണം. സ്തോത്രം. ഇതുകൊണ്ട് നിങ്ങൾ ആത്മീകമായി വർധനവ് വരുത്തിയാൽ വചനമാകുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. പരിശുദ്ധനാകുന്ന പിതാവേ, സ്വർഗീയ നല്ല അപ്പ, ഇന്ന് രാവിലെ കാലം അങ്ങയുടെ വചനം ഇന്നലെ അടിയൻ പ്രാർത്ഥിച്ചപ്പോൾ തൃക്കരത്തിൽ ഏൽപ്പിച്ചു. ഇന്ന് ഇതിനകത്തിൽ കടന്നു വന്ന ഓരോ കുടുംബത്തിനു വേണ്ടി, അവരേത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ട്, ഏത് അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് അവർ ഈ വചനം കേൾക്കുമ്പോൾ, സ്തോത്രം കർത്താവേ, അങ്ങ് പറഞ്ഞ പോലെ എന്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി ഇരിക്കുമെന്ന് പറഞ്ഞു. കർത്താവേ, ഇന്ന് പകൽക്കാലം സ്തോത്രം, എല്ലാ ആലസ്യങ്ങളും മാറട്ടെ. ഒരു ദിവസം കർത്താവേ സ്തോത്രം, ഒരധ്യായമെങ്കിലും എടുത്ത് ധ്യാനിച്ച് അന്നത്തേക്കുള്ള മന്ന പറക്കിയെടുത്ത് ജീവിക്കാൻ ഈ ജനത്തിന് കൃപ കൊടുക്കണമേ. ഈ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതിനകത്തിലെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പഴകിയ രോഗമാണെങ്കിലും അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ ആ ഡിപ്പിണരുകളാൽ സൗഖ്യം വരട്ടെ കർത്താവേ. ഏതു വഴി അടഞ്ഞതാണെങ്കിലും യഫദ എന്ന് പറഞ്ഞ കർത്താവേ സ്തോത്രം, ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ കർത്താവ് ഇവർക്ക് വഴി തുറന്നു കൊടുക്കണമേ. ആത്മീക മന്ദതകൾ, തളർച്ചകൾ, പിന്മാറ്റങ്ങൾ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത ബലഹീനതകൾ, കുടുംബത്തിന്റെ തകർച്ചകൾ, പൈശാചിക പോരുകൾ, പാരമ്പര്യ ശക്തികളുടെ മേൽ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അത് അഴിഞ്ഞു മാറിപ്പോകട്ടെ. ഇവരുടെ മേൽ ഞാൻ രക്തം തളിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം ഒരു അടയാളമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൽ കൂടെ ഉണർത്തണമേ, ക്രിയ ചെയ്യണമേ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങനെ വായി തരുന്ന ഒരു വാക്കുണ്ടല്ലോ, വിവാഹം നടക്കാതെ വിവാഹം മുടങ്ങിയിരിക്കുന്ന ഒരു വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് വിവാഹത്തിന്റെ വഴി തുറന്ന് അത്ഭുതം ചെയ്യണം. കർത്താവിന്റെ ദാസനെയും കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു. ഇതൊരു ചടങ്ങാകാതെ ഇത് ഒരു പോരാളികളെ ഉണർത്തുന്ന ഒരു കൂട്ടായ്മയായി, ദൈവകൃപയുടെ ശക്തമേറിയ കൂട്ടായ്മയായി ഇന്ന് ഈ വചനം കേട്ടവരെല്ലാവരും കർത്താവെ നിത്യതയിൽ ഉണ്ടാകേണ്ടതിന്, തേജസ്സിന്റെ വസ്ത്രം ധരിക്കപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ അടുത്ത് ചെന്ന് അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് വിശുദ്ധനാകുന്ന ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിച്ച് യുഗങ്ങൾ വാഴേണ്ടതിന് ഈ കർത്താവെ മീഡിയയിൽ കയറി എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആത്മീകമായി അനുഗ്രഹിക്കുന്നു, ഭൗതികമായി അനുഗ്രഹിക്കുന്നു, ശാരീരികമായി അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കണം. ഈ മാസവും ഈ വർഷവും ഇവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. അതേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.